ബാല്യത്തിൽ പറന്നടന്ന എനിക്ക് പിന്നീടെപ്പോഴോ ചിറകുകൾ ഇല്ലാതായി. പാറക്കെട്ടുകളിലൂടെയും കുന്നിൻ ചരിവുകളിലൂടെയും ഓടി നടന്ന എനിക്ക് വേഗതയും നഷ്ടപ്പെട്ടു. നദികളുടെ ഒരു കര നിന്നും മറുകരയിലേക്ക് നീന്തിക്കേറിയ എന്റെ കൈകാലുകളുടെ ശക്തി കൈമോശം വന്നിരിക്കുന്നു. പക്ഷേ ഇഴയാൻ കഴിയുന്നുണ്ട്. മുതിർന്നപ്പോൾ ശരിക്കും ചെറുതാവുകയായിരുന്നു. നിങ്ങളീ കേട്ടത് എഴുത്തുകാരൻ്റെ ഒരു കഥ, അല്ലെങ്കിൽ കഥാകാരൻ്റെ എഴുത്ത്. എന്നാൽ ഇനി കേൾക്കൂ. പണ്ടൊക്കെ ക്രിക്കറ്റ് കളി ഇന്നത്തെ പോലെ ചെറുതല്ല. ടെസ്റ്റ് ക്രിക്കറ്റ് ആണെങ്കിൽ 6 ദിവസം, പിന്നീട് 5 ദിവസമായി. ഇപ്പോൾ ടെസ്റ്റ് നിർത്തിയ മട്ടാണ്. 60 ഓവർ വൺ ഡേ ക്രിക്കറ്റ് 50 ഓവറായി. ഇതെല്ലാം ഓവറാണെന്ന് കണ്ടപ്പോൾ 2020 വന്നു. ഇപ്പോൾ ക്രിക്കറ്റിൽ 10 വരവായി. മുമ്പൊക്കെ കുട്ടികൾക്ക് കളിക്കാൻ കളിക്കാരായാലും കളിക്കോപ്പുകളാണെങ്കിലും കുറേ വേണം. ഇപ്പോൾ ഒരൊറ്റ സാധനം മതി, മൊബൈൽ. കൂടെ കളിക്കാൻ ആരും വേണ്ട. അങ്ങനെ കൂട്ടുകാരും ചുരുങ്ങി. ഉത്തരങ്ങൾ വളരെ എളുപ്പത്തിൽ കിട്ടാൻ തുടങ്ങിയതോടെ ചോദ്യങ്ങൾ കുറഞ്ഞു. അങ്ങനെ ചിന്തകൾ ചുരുങ്ങി. ക്രിയാത്മകതയും നഷ്ടപ്പെടാൻ തുടങ്ങി. മഹാകാവ്യങ്ങളും ഖണ്ഡകാവ്യങ്ങളും വലിയ നോവലുകളുമൊക്കെ രചിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ കൃതികളും ചെറുതായി തുടങ്ങിയിരിക്കുന്നു. മൈക്രോ കഥകളും മൈക്രോ കവിതകളും വരുന്നു. വായനയ്ക്കും സമയമില്ലാതാകുന്നു. നമ്മുടെ കുടുംബത്തിൽ അച്ഛനും അമ്മയും മാത്രമല്ല, അപ്പൂപ്പനും അമ്മൂമ്മയും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അച്ഛനമ്മമാർ പോലും കൂടെ കാണുന്നില്ല, പ്രത്യേകിച്ച് മക്കൾ വിവാഹിതരായി കഴിയുമ്പോൾ. അങ്ങനെ കുടുംബവും കുടുംബ ബന്ധങ്ങളും ചെറുതായി. കെട്ടിടങ്ങളും വാഹനങ്ങളും മനുഷ്യരുമൊക്കെ കൂടുന്നുണ്ട്. പക്ഷേ ഇവയെല്ലാം ഉൾക്കൊള്ളാൻ ഭൂമിയിൽ സ്ഥലം കൂടുന്നില്ല. കണ്ടുപിടുത്തങ്ങളും കൂടി, സൗകര്യങ്ങളും കൂടിയെന്ന് പറയപ്പെടുന്നു. പക്ഷേ എല്ലാം ആസ്വദിക്കാനോ നമുക്ക് സമയവുമില്ല. നമ്മുടെ ഉറക്കവും 4-5 മണിക്കൂറായി ചുരുങ്ങുന്നു. നമ്മുടെ മനസ്സ് വിശാലമായിരുന്നു, അതും ഇപ്പോൾ ഇടുങ്ങിപ്പോവുകയാണോ?